ഈശോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പകലിൽ ദൈവ മക്കളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവും എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യവും ദൈവമുമ്പാകെ പ്രസ്താവിപ്പാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കാണുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അതൊരു വിടുതലിനും അനുഗ്രഹത്തിനും മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സുനിൽ. പത്തനംതിട്ട ജില്ലയിൽ കോന്നി വട്ടക്കാവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കോളനിയിലാണ് ഞാൻ പാർക്കുന്നത്. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 5 മക്കളിൽ 3ാമത്തെ മകനായി ഞാൻ ജനിക്കുവാനിടയായി. എൻ്റെ ജനനത്തിങ്കിൽ തന്നെ രോഗത്തിൻ്റെ അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ ഭൂമിയിൽ നിന്ന് പിശാച് തുടച്ചു നീക്കുവാൻ ശ്രമിച്ചു. എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് കൊണ്ടോ അതിലുപരിയായി എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടോ ഞാൻ ആ രോഗത്തിൽ നിന്ന് വിമുക്തനായി. തുടർന്ന് കൗമാരദിശയിലേക്ക് പ്രവേശിച്ച ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം ലോകത്തിലെ ഇമ്പങ്ങളിലേക്ക് പൂർണ്ണമായി വഴുതി വീഴുവാനിടയായി. എൻ്റെ ഞങ്ങൾ താമസിക്കുന്നതിന് ചുറ്റുപാടും പാർക്കുന്നത് മറ്റ് ഇതര മതത്തിലുള്ളവരാണ്. കോളനിയിൽ പാർക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളോട് ചേർന്ന് ഞാനും അവരിൽ ഒരാളായി മാറുവാനായി ഇടയായി. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി സമൂഹത്തിൽ എന്ത് തിന്മകൾ ചെയ്യുവാനും മടിക്കാത്ത ഒരു സ്വഭാവ രീതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കൂട്ടുകെട്ടുകൾ വളരെയധികം ഉണ്ടായി. സമൂഹത്തിലെ ഏറ്റവും താണ തട്ടിലേക്ക് ഞാൻ അധപ്പതിക്കുവാൻ ഇടയായിത്തീർന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉരുവായി. അങ്ങനെ ഞാൻ കോന്നി ദേശത്ത് ഏറ്റവും കുപ്രസിദ്ധനായി എന്ന് പറഞ്ഞാൽ കൂലിത്തല്ലും ഗുണ്ടായുസവും മറ്റുള്ള ഇതര കാര്യങ്ങൾക്കുമായി ജീവിതം മാറ്റിവെക്കുവാനിടയായി. എൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവുമില്ലാതെ, ദേശത്തിന് സമാധാനമില്ലാതെ, ആകമാനം കലുഷിതമായ എൻ്റെ ജീവിതം മുമ്പോട്ട് ഗമിക്കവേ നാട്ടിൽ നിൽക്കുവാൻ കഴിയാത്തതിൽ അപ്പുറമായ വിഷയങ്ങൾ ഞാൻ ഉണ്ടാക്കുവാനിടയായി. അങ്ങനെ ദേശനിവാസികളൊക്കെയും ചേർന്ന് ഒരു രാത്രിയിൽ എന്നെ കൊല്ലണമെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കടന്നു വരികയും അങ്ങനെ അവരെല്ലാം ഒന്നിച്ച് കൂടി എന്നെ ഒരു രാത്രിയിൽ ആക്രമിക്കണമെന്ന് അവരുടെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായി. എന്നാൽ സർവശക്തനായ ദൈവം എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് ആ ദേശത്തിന് മുഴുവനും അന്ധത പിടിപ്പിച്ച് അവിടെ നിന്നും എന്നെ മാറ്റിക്കളയുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മളെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ നല്ല കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് ഈ പകലിലും എനിക്ക് ദൈവ വചനവുമായി ദൈവമക്കളുടെ മുമ്പാകെ നിൽക്കുവാൻ പ്രാപ്തനായി തീരുന്നത്. അങ്ങനെ ആ ദേശം വിട്ട് ഞാൻ മാറുവാനിടയായി. അടുത്ത ദേശത്തേക്ക് കടന്നുപോയി.
അവിടെ ചെന്ന് അകപ്പെട്ടത് ഒരു അബ്കാരി കോൺട്രാക്ടറുടെ കീഴിലാണ്. നാട്ടിൽ നിരവധി കേസുകളായി നാട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം, ആ ഒരവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരു വക്കീൽ മുഖാന്തരം ഞാൻ തിരുവല്ലയുടെ പ്രാന്തപ്രദേശമായ കോഴഞ്ചേരിയിൽ ഈ അബ്കാരി കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുവാനിടയായി. കൊള്ളയും കൊലയും ഒക്കെ സർവ്വസാധാരണമായ ഒരു മാഫിയ മേഖലയാണ് അബ്കാരി മേഖല എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ കൂടി ക്രമേണ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു വധഭീഷണി ഉണ്ടാവുകയും അദ്ദേഹത്തെ ഏത് നിമിഷവും കൊന്നുകളയുമെന്ന ഒരു ഭീഷണിക്ക് മുമ്പാകെ അദ്ദേഹം വളരെ ഭയപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം എപ്പോഴും സഞ്ചരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ ചുമലിലായി. 24 മണിക്കൂറും അദ്ദേഹത്തോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആയുധങ്ങൾ ഒക്കെയും എൻ്റെ കരങ്ങളിലേക്ക് അവർ ഏൽപ്പിച്ചു. ഏത് നിമിഷവും ജീവിതം അസ്തമിക്കുന്ന ഒരു മേഖല. എന്നാൽ ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെല്ലാം വഴികളിൽ കൂടെ ആ വ്യക്തി സഞ്ചരിച്ചാലും ദൈവിക പ്ലാൻ ആ വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ ദൈവത്തിൻ്റെ പന്താവിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനിടയായിത്തീരും. ആ ദേശത്ത് വെച്ച് ഞാൻ ഏർപ്പെട്ട അബ്കാരി കോൺട്രാക്ടറോട് മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ അദ്ദേഹത്തിന് വിരോധമായി സംസാരിച്ചു. അതിൻ്റെ പ്രതികാരം എന്ന വണ്ണം ഞാൻ അങ്ങനെ കരുതുന്നു, ഒരു യാത്രാവേളയിൽ ഭവനത്തിൽ മടങ്ങിയെത്തിയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർത്ത്, ഭിത്തിയോട് ചേർത്ത് എന്നെ ജീപ്പ് ഇടിച്ച് എൻ്റെ വലത് കാല് മുട്ടിനടിവശമായി ഇടിച്ച് ജീപ്പ് ഇടിച്ച് പൊടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നും ഏകദേശം 100 ദിവസത്തോളം വലതുകാല പൂർണ്ണമായ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിപ്പാനിടയായി. ഈ അവസരത്തിൽ വേദനയുടെ വളരെയേറെ വേദന അനുഭവിക്കുന്നതായ അവസരത്തിൽ ഒരു ദൈവദാസൻ കടന്നു വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. ആ വേദനയുടെ മധ്യത്തിൽ ഞാനത് ഉൾക്കൊണ്ടു. എങ്കിലും പിന്നീട് എൻ്റെ ജീവിത സാഹചര്യം മുമ്പോട്ട് പോകവേ ആ വാക്കുകളൊക്കെയും ഞാൻ മറന്നു പോകുകയും വീണ്ടും മദ്യത്തിലും മയക്കുമരുന്നിലേക്ക് ഞാൻ വഴുതി വീഴുവാൻ ഇടയായി. ഈ സമയം നാട്ടിലെ കേസുകൾ ഒരുമാതിരി കുറയുവാനിടയായി. അങ്ങനെ വീണ്ടും സ്വദേശത്തേക്ക് മടങ്ങിച്ചെന്നു. എന്നാൽ പണ്ടത്തേതിൻ്റെ 100 ഇരട്ടിയായി ഞാൻ ഏറ്റവും ആ ജീവിതത്തെ പൂർണ്ണമായി തകർക്കുന്ന നിലവാരത്തിൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന മദ്യപാനം രാത്രിയുടെ യാമങ്ങൾ വരെയും നീളുമായിരുന്നു. മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദേശത്ത് അനവധി വിഷയങ്ങൾ ഒക്കെയും ഞാൻ എടുത്തു ചാടുമായിരുന്നു. കൂട്ടുകാർക്ക് വേണ്ടിയും ഒക്കെയുമായിട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വീണ്ടും നാട്ടിൽ സൃഷ്ടിക്കുവാനിടയായി. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും ചേർന്ന് അവർ ഒരുമിച്ച് ശാപവാക്കുകൾ ഉച്ചരിക്കുകയാണ്. മാതാപിതാക്കൾ തലയിൽ കൈവച്ച് പറഞ്ഞു, ഇവൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വണ്ടി കയറി ഒന്ന് മരിച്ചിരുന്നെങ്കിൽ. അത്ര കണ്ട് നികൃഷ്ടമായ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. കോന്നി ദേശം ഒരുമിച്ച് ഒരു വ്യക്തിയെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഞാനാണ്. എൻ്റെ ശാപവും പാപവും സകലതും എൻ്റെ യേശു കാൽവറിയിൽ വഹിച്ചതിനെ ഓർത്ത് ഈ പകലിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
തുടർന്ന് വീണ്ടും നാട്ടിൽ കടന്നു വന്നു. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ധാരാളമായി കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്നും വീണ്ടും ഒന്ന് മാറി നിൽക്കേണ്ട അവസരം ജീവിതത്തിലുണ്ടായി, പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ മാവേലിക്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അകപ്പെട്ടത് ഒരു കൊട്ടേഷൻ ടീമിൻ്റെ കൂടെയാണ്. എന്നാൽ അവരോട് കൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ദൈവമായ കർത്താവ് എന്നെ ഒരു പ്രത്യേകമായ നിലവാരത്തിൽ അവിടെ നിന്ന് മാറ്റുവാനിടയായി. കാരണം ഒരു രാത്രിയിൽ അകാരണമായി ഞാൻ ആക്രമിക്കപ്പെടുവാനിടയായി. ട്യൂബ്ലൈറ്റ് തല്ലിപ്പൊട്ടിച്ച് ഒരു വ്യക്തി എന്നെ എൻ്റെ വയർഭാഗത്തിന് ലക്ഷ്യമാക്കി ആഞ്ഞുകുത്തി. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതൽ, ദൈവത്തിൻ്റെ അനന്യമായ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ കരുതലിനാൽ ഞാൻ കണ്ടില്ല. പക്ഷേ എൻ്റെ കൈത്തലങ്ങൾ എൻ്റെ വയറുഭാഗത്തായതുകൊണ്ട് കൈയുടെ മുട്ടിന് അടിവശത്തായി കുത്തേൽക്കുവാനും കൈയുടെ ആ ഭാഗം മാംസം 3 പാളികളായി ഇളകി ആടുവാനും ഇടയായി. അതിൻ്റെ അകത്തെല്ലാം കുപ്പിച്ചില്ലുകൾ തറച്ചിരിക്കുകയാണ്, ചോര ഒഴുകുന്നുണ്ട്. എന്നെ ആക്രമിച്ച വ്യക്തിയെ ഞാൻ കീഴ്പ്പെടുത്തി. തുടർന്ന് ആ ദേശത്ത് നിന്ന് ഹോസ്പിറ്റലിൽ കടന്നു പോവുകയും ഈ കുപ്പിച്ചില്ലും മുറിവുമൊക്കെ കണ്ടപ്പോൾ കടന്നു വന്ന നഴ്സുമാർ ഭയപ്പെട്ടവർ പറഞ്ഞു, എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ഇനി കുപ്പിമുറികൾ കാണും, ഇത് ഊരാനൊക്കെ പ്രയാസമാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയുവാനിടയായി. എന്നാൽ ഞാൻ എൻ്റെ വലതുകരം ഉപയോഗിച്ച് ആ കുപ്പിച്ചില്ലുകൾ അവിടെ മുമ്പ് വെച്ച് തന്നെ ഊരിക്കളയുവാനും തുടർന്ന് എൻ്റെ നിർബന്ധപ്രകാരം അവർ അത്യാവശ്യം മെഡിസിൻ വെച്ച് കൈ പൊതിഞ്ഞു കെട്ടിത്തരുവാനും ഇടയായി. എങ്ങനെയെങ്കിലും എന്നെ ആക്രമിച്ച വ്യക്തിയെ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് മാറ്റണമെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ രൂഢാമൂലമായി. അങ്ങനെ അതിനുള്ള പ്രതികാര നടപടികൾ മനസ്സിൽ കൈക്കൊണ്ട് അന്ന് രാത്രി തന്നെ എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാനിടയായി. എന്നാൽ അവർ അതിനൊന്നും ഒരു താല്പര്യം കാണിക്കാതെ എനിക്ക് ധാരാളം മദ്യം വാങ്ങിച്ചു തന്ന് ആ സാഹചര്യത്തിൽ നിന്നും ഒഴിവാക്കി. പിറ്റേ ദിവസം ഞാൻ എന്നെ ഉപദ്രവിച്ച വ്യക്തിയെ ഞാൻ ഉപദ്രവിച്ചു എന്ന നിലവാരത്തിൽ വിഷയങ്ങളായി കഴിഞ്ഞപ്പോൾ ആ ദേശത്തു നിന്നും വീണ്ടും എനിക്ക് അടുത്ത ദേശത്തേക്ക് കടന്നു പോകേണ്ടതായ സാഹചര്യമുണ്ടായി. അങ്ങനെ ഞാൻ കോട്ടയം എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നുപോയി. അവിടെ എൻ്റെ അമ്മയുടെ ആങ്ങളെയും കുടുംബവും അവർ വിശ്വാസത്തിലാണ്. ഇതിന് ഇടയിൽ ഒരു കാര്യം പറയുവാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ അമ്മയുടെ അമ്മ വിശ്വാസത്തിലാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ കണ്ട് ഈ മാതാവ് വളരെയേറെ കണ്ണുനീർ ദൈവസന്നിധിയിൽ പൊഴിക്കുമായിരുന്നു. ഞാൻ പൂർണ്ണമായി ഇന്ന് വിശ്വസിക്കുന്നു ആ മാതാവിൻ്റെ കണ്ണുനീരായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിന് എന്നോട് പ്രത്യേകമായ വാത്സല്യം ഉരുവായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും വ്യർത്ഥമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പൂർണ്ണമായ ഒരു പ്രതിഫലം നിശ്ചയമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ കോട്ടയം എന്ന് പറയുന്ന ദേശത്ത് കടന്നുപോയി. സാധാരണ ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ പാർക്കുവാൻ ഒരു ചെറിയ മുറിയുണ്ട്. ഞാൻ കടന്ന് ചെന്ന് വർഷത്തിലൊരിക്കലോ 6 മാസം കൂടുമ്പോഴോ ചെന്ന് ആ മുറിക്കുള്ളിലേക്ക് കയറും. ചിലപ്പോൾ ഒരു ദിവസം താമസിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വഴികളിലേക്ക് തിരിയാറാണ് സാധാരണ പതിവ്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതൽ എന്നെക്കുറിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൈയെല്ലാം ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. എന്നോട് അധികം സ്നേഹം പ്രകടിപ്പിക്കാത്ത എൻ്റെ ആൻറ്റി എന്നോട് പറയുവാനിടയായി, അവൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുവാനിടയായി. എനിക്ക് നാട്ടിലേക്ക് മടങ്ങി വരുവാൻ കഴിയത്തില്ല. എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും എടുപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടെ അടുത്ത ദേശത്തേക്ക് പോകണമെന്നുള്ള ചിന്തയായിരുന്നു.
അങ്ങനെ ആ ചിന്തകൾ എന്നെ ഭരിക്കുമ്പോഴാണ് എൻ്റെ ആൻറ്റി ഇങ്ങനെ പറയുവാനിടയായത്. അങ്ങനെ ഞാൻ ആ പ്രിയപ്പെട്ടവരോട് ചേർന്ന് 2 ദിവസം അവിടെ പാർക്കുകയും അതിനോട് ഞാൻ ചേർന്ന് ആ പ്രിയപ്പെട്ടവർ കൂടുന്ന ചർച്ചിൽ ഒരു സൺഡേ പ്രയറിന് എന്നെയും നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകുവാനിടയായി. ഞാൻ അവിടെ ചെന്നു, ചർച്ചിൽ ഹാളിൽ ഇരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. സ്വതവേ എനിക്ക് പെന്തക്കോസ്ത് എന്ന് പറയുന്നതിൽ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. ഞാൻ ഒരു മൂലയിൽ ഇങ്ങനെ ചെന്നിരുന്ന് പ്രസംഗവും മറ്റുള്ളവർ ആരാധനയുമൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു. ആരാധന കഴിഞ്ഞിറങ്ങി മാമൻ്റെ കൂടെ ഞാൻ ഭവനത്തിൽ കടന്നു ചെന്നു. എൻ്റെ ഡ്രസ്സ് മാറി വീണ്ടും ഞാൻ മദ്യശാലയിലേക്ക് പോകുവാനിടയായി. എന്നാൽ ഒരുവൻ്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിലേക്ക് ദൈവം ആ വ്യക്തി ജീവിതത്തെ കൊണ്ടുവരുവാനിടയാകും. ഇതിനോടടുത്ത് തന്നെ ആ ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസം ക്രമീകരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും ആ സഭാ ഹാളിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാനങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ എല്ലാവരും ചേർന്ന് പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസൻ ദൈവവചനം പ്രഘോഷിക്കുകയാണ്. ഇതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അനേക അമ്പലങ്ങളിലും പള്ളികളിലും അനേക മന്ത്രവാദികളുടെ അരികിലൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അനേക വിടുതലിനു വേണ്ടി അനേക സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക അനുഭവം എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഉണ്ടാകുവാനിടയായി. ഇന്ന് ഈ സമയത്ത് യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ ദൈവം എന്നെ വാസ്തവമായി കണ്ടിരുന്നതുകൊണ്ടാണ്. ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുന്നമേ എൻ്റെ ദൈവം എന്നെ വ്യക്തമായി കണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആരാധനയിൽ പങ്കുകൊണ്ട് ഒരു ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിൽ പൗലോസ്ലീഹയെക്കുറിച്ച് എനിക്കറിയില്ല, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആധികാരികമായി അറിയത്തില്ല. ആ ഒരു അവസരത്തിൽ യേശുവിനെ ജസ്റ്റ് കേട്ടു മാത്രം പരിചയമുള്ള അവസരത്തിൽ ഞാൻ ആ ചർച്ചിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതായ അവസരത്തിൽ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടം ആകമാനം ചൂടുപിടിക്കുവാനിടയായി. എൻ്റെ ഉള്ളിൽ ഭയം അങ്കുരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി പിടിപ്പിച്ചപ്പോഴും ഞാൻ നിലവിളിച്ച വ്യക്തിജീവിതമല്ല. പലപ്പോഴും പലരെയും ആക്രമിക്കാൻ കിട്ടാതെ വരുന്ന അവസരത്തിൽ കുപ്പിച്ചില്ലുകളും ബ്ലേഡുകളുമൊക്കെ ഉപയോഗിച്ച് എൻ്റെ കൈ സ്വയമേ മുറിക്കുന്ന ഒരു സ്വഭാവ രീതി എൻ്റെ ഉള്ളിലുണ്ട്. സിഗരറ്റ് വലിച്ച് തന്നെത്താനെ ആ തീ ഉപയോഗിച്ച് കയ്യിൽ കുത്തിക്കെടുത്തുക, ഇങ്ങനെ സ്വയം ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമുള്ള എൻ്റെ അരികിലേക്ക് അഭൗമികമായ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീർന്നു. 1000 സൂര്യചന്ദ്രന്മാരെക്കാൾ വെല്ലുന്ന അത്ഭുതകരമായ ഒരു പ്രകാശ വലയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അകപ്പെട്ടുപോയി. അനേക കുടുംബങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരു വ്യക്തിജീവിതമാണ് ഞാൻ. അനേക കുടുംബങ്ങളുടെ ശാപം പേറുന്നവൻ, ഒരിക്കലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ യോഗ്യതയില്ലാത്തവൻ, പലപ്പോഴും സ്വയത്തെ പഴിച്ചുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിനെ പഴി പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അരികിലേക്ക് ഞാൻ ഇല്ല എന്ന് വിശ്വസിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെയും തെറ്റുകളെയും കുറിച്ചൊക്കെ എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ശക്തമായി ഓടി മറയുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. ദൈവമക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രാർത്ഥനയുടെ മൂർധന്യാവസ്ഥയായതുകൊണ്ട് എല്ലാവരും ചേർന്ന് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിക്കുവാൻ ഇടയായി. എനിക്ക് മനസ്സിലായി, ഞാൻ ഇരിക്കുന്നത് സാധാരണ ഒരിടത്തല്ല. ഞാൻ അനുഭവിക്കുന്നത് സാധാരണമായ ഒരു ചൂടല്ല. ഇതിലെന്തോ പ്രത്യേകതയുണ്ട്. ഞാൻ എന്തോ ഒരു പ്രത്യേക വലയത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. ഞാൻ ആകമാനം അവിടെ നിന്ന്
നിലവിളിക്കുവാനിടയായി. അന്ന് യേശുവിൻ്റെ കരവലയത്താൽ ഞാൻ പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ നല്ല കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഏകദേശം ഒരു മാസക്കാലത്തോളം ദൈവവചനം ശ്രദ്ധിച്ചു. എൻ്റെ മനസ്സിൽ സ്നാനപ്പെടണമെന്നുള്ള ചിന്ത കടന്നു വന്നു. അങ്ങനെ കോട്ടയത്ത് വെച്ച് തന്നെ ഞാൻ സ്നാനപ്പെട്ടു. തുടർന്ന് ബൈബിൾ പഠിക്കുവാൻ ചെങ്ങന്നൂർ മുളക്കുഴയിലുള്ള മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനിടയായി. എന്നെ കലാലയത്തിൽ കൊണ്ടുവന്ന് വിട്ട് 50 രൂപയുമായിട്ടാണ് ഞാൻ കലാലയ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. ആരും തന്നെ പിന്നിൽ സഹായിക്കുവാനില്ലായിരുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, വായ്പ വാങ്ങാൻ ഇടവരികയില്ല. ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരവല്ലഭത്വാൽ 3 വർഷക്കാലം അവിടെ പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇതിൻ്റെ നടുവിൽ നിരവധി വിഷയങ്ങളുണ്ടായി. കോളേജിലെ ഫീസ് കൊടുക്കുവാനോ മറ്റ് യാതൊരു ആവശ്യങ്ങൾക്കോ ഒക്കെ എൻ്റെ വേണ്ടവണ്ണം പണമില്ലായിരുന്നു. എന്നാൽ ബൈബിൾ കോളേജിൻ്റെ എഡ്യൂക്കേഷൻ ഡയറക്ടറായ PJ ജെയിംസ് സാറ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു വാത്സല്യത്തിൽ, ഒരു കരുതലിൽ 3 വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിപ്പാൻ ഇടയായി. എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവുകളും ജ്ഞാനമൊക്കെ ഈ മദ്യമയക്കുമരുന്ന് പൂർണ്ണമായി അപഹരിച്ചപ്പോൾ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ്? യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന്. എൻ്റെ ബുദ്ധി പൂർണ്ണമായി അസ്തമിച്ചു എന്ന് ഞാൻ ചിന്തിച്ച മണ്ഡലത്തിൽ 3 വർഷം പഠിച്ച് ക്ലാസ്സിൽ 3ാമനായി പാസ് ഔട്ടാകുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ ഏലപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് കടന്നുപോയി. ഞാൻ കടന്നു ചെല്ലുമ്പോൾ 4 കുടുംബങ്ങൾ മാത്രമുള്ള, ഏകദേശം 10-12 പേര് മാത്രം കൂടുന്ന ഒരു മിഷൻ പ്രവർത്തനമാണ്. ഇടുക്കി ജില്ലയിൽ വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് ഞാൻ കടന്നുപോയത്. ഞാൻ ഓർക്കുന്നു, ആഴ്ചയിൽ 60 രൂപ 80 രൂപ മാത്രം വരുമാനമുള്ള ഒരു മിഷൻ സ്റ്റേഷന് എനിക്ക് നിൽക്കുവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരവും അവിടെയും എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയോടടുത്ത് തന്നെ നീർമടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഉള്ള ചില പ്രിയപ്പെട്ടവർ മുഖാന്തരം അവരുടെ ഭവനത്തിൽ എനിക്ക് പാർക്കുവാൻ അവർ അവസരം തന്നു. അവിടെ IPCയുടെ ഒരു ആരാധന നടക്കുന്നുണ്ട്. ലൈജു എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. കല്ലുംപുറത്തെ ആ കുടുംബത്തിൽ എനിക്ക് പാർക്കുവാൻ അവർ ഭവനമൊരുക്കി തന്നു. എനിക്ക് ചിലവിനുള്ള കാശും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ അവിടെ എനിക്ക് ക്രമീകരിക്കുവാനിടയായി. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് പലപ്പോഴും ഈ കർത്താവിൻ്റെ കരുതൽ കാണുവാൻ കഴിയും. മോശയെ നൈൽ നദിയിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്നും ഫറവോൻ്റെ പുത്രി അവനെ ദത്തെടുക്കുന്നു. അവനെ കൊടുക്കുവാൻ അവൻ്റെ മാതാവിനെ തന്നെ വിളിച്ച് ആഹാരവും കാര്യങ്ങളും ക്രമീകരിക്കുന്നു. എന്നതുപോലെ ആ ദേശത്തേക്ക് കർത്താവിനെ കൊണ്ടുപോയി എനിക്ക് ആവശ്യമാവുന്നതെല്ലാം കർത്താവ് എനിക്ക് അവിടെ ക്രമീകരിച്ച് തരുവാനിടയായി. ദൈവത്തിൻ്റെ മഹാദയാലും വിശ്വസ്തതയാലും ആ ദേശത്ത് പാർത്ത് ഏകദേശം 1 വർഷം തികയുന്നതിന് മുന്നമേ അവിടെ 5 സെൻറ്റ് സ്ഥലവും ഹോള്, പാഴ്സനേജ്, സെമിത്തേരി ഒക്കെയായിട്ട് വാങ്ങുവാൻ സർവശക്തനായ ദൈവം ഒരവസരം തരുവാനിടയായി. ദൈവനാമം ഉയരട്ടെ. അങ്ങനെ അവിടെ നിന്ന് പ്രവർത്തിച്ചു. ഏകദേശം 6 കുടുംബങ്ങൾ ഇപ്പോൾ ആ സഭയിൽ കടന്നു വന്ന് ആരാധിക്കുന്നുണ്ട്. ഏകദേശം 16 പേരോളമുണ്ട്. കൂടുതലും ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. 2ാമത്തെ വർഷം അതിൽ നിന്നും അല്പം ദൂരെയായി, അവിടെ നിന്ന് 4 കിലോമീറ്റർ മല കയറി അല്പം ഉള്ളിലേക്ക് കടന്നു പോകണം. ബസ് കാര്യങ്ങളോ ഇല്ല. ജീപ്പ് വിളിച്ചാൽ 500 രൂപയാണ് അതിൻ്റെ ചാർജ്. അതുകൊണ്ട് ഞാൻ 4 കിലോമീറ്റർ നടന്ന് കയറി അവിടെയും കടന്നുപോയി പ്രവർത്തിക്കുവാൻ ഇടയായി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. 2ാമത്തെ വർഷത്തിൽ ആ ദേശത്ത് 4 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ഇപ്പോൾ
ഒരു ഭവനത്തിൻ്റെ ഉള്ളിലാണ് പ്രാർത്ഥന നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം കടന്നു പോകും. ഞായറാഴ്ച 7:30 മുതൽ 9 വരെയുള്ള സമയങ്ങളിൽ അവിടെ ആരാധന നടത്തും. അതിനുശേഷം ആ താഴേക്ക് കടന്നു വന്ന് ചർച്ചിൽ ആരാധന ക്രമീകരിക്കും. രണ്ടാമത്തെ സ്ഥലത്തും ഒരു ചർച്ച് വെക്കണമെന്ന ഹൃദയം കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന ആഗ്രഹമുണ്ട്. ഇതൊക്കെ നിവർത്തീകരിച്ച് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ചതഞ്ഞ അവസ്ഥയിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തെ. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നുവെന്ന്. ഇങ്ങനെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകവേ എൻ്റെ പിതാവ് അകാരണമായി ഒന്ന് വീഴുകയും അദ്ദേഹത്തിൻ്റെ കൈകാലുകളുടെ ചലനശേഷി ക്രമേണ നഷ്ടപ്പെടുവാനും ഇടയായി. ഞങ്ങൾ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ പിതാവുമായിട്ട് കടന്നുപോയി. അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ന്യൂറോഡോ പ്രൊഫസറും മറ്റുള്ള ഡോക്ടേഴ്സുമൊക്കെ കടന്നു വന്ന് പരിശോധിച്ചിട്ട് CT സ്കാൻ എടുക്കണമെന്ന് പറയുവാനിടയായി. CT സ്കാൻ എടുത്തപ്പോൾ എൻ്റെ പിതാവിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിയുവാനിടയായി. തലച്ചോറിൻ്റെ 90% ക്യാൻസർ പൂർണ്ണമായി പിടിക്കപ്പെട്ടു. രക്ഷപ്പെടുക പ്രയാസമാണ്. ഓപ്പറേഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ആഗ്രഹമുണ്ടായിരുന്നു. ക്യാൻസറിൻ്റെ മരുന്നുകൾക്കെല്ലാം വലിയ വിലയാണ്. സാമ്പത്തികമായി ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന, വളരെ ഞെരുക്കം അനുഭവിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് ഞങ്ങളുടെ സഹോദരങ്ങളും മറ്റ് ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സൊക്കെ പണയം വെച്ചപ്പോൾ 10-15,000 രൂപയോളം കയ്യിലുണ്ട്. എന്നാൽ ഹോസ്പിറ്റൽ ചെലവും പിതാവിൻ്റെ മെഡിസിൻ എല്ലാം കൂടെ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചെലവ് വരുവാനിടയായി. എന്നെ അറിഞ്ഞും അറിയാതെയും അനവധി ദൈവമക്കൾ, ദൈവദാസന്മാർ സഹായിക്കുവാനിടയായി. സ്വദേശത്തും വിദേശത്തുമുള്ള അനവധി പ്രിയപ്പെട്ടവർ കേട്ടറിഞ്ഞ് എന്നെ സഹായിപ്പാനിടയായി. 2 ലക്ഷത്തിൽ മേൽ രൂപ എനിക്ക് ചിലവായി. അതൊക്കെയും തക്ക സമയത്ത് കർത്താവ് ഓരോരുത്തരെയും ഒരുക്കി എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. പിതാവിന് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞ് ഞാനും ജ്യേഷ്ഠനും ആകമാനം തകർന്നു പോകുവാനിടയായി. എന്നെയും ജ്യേഷ്ഠനെയും ഡോക്ടറുടെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഡോക്ടർ ഈ കാര്യം വ്യക്തമാക്കുന്നത്. മാതാവ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ വളരെയേറെ സങ്കടപ്പെടുവാൻ, വേദനിക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ക്രിസ്തുവിൽ വിശ്വാസമുണ്ടായിരുന്നിട്ടും എൻ്റെയും ഹൃദയം ആകമാനം കലങ്ങുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മാതാവിൻ്റെ അരികിൽ കടന്നുപോയി. മാതാവിനോട് ഈ വിവരം പറയരുതെന്ന് ഞാൻ വളരെ വ്യക്തമായി ജ്യേഷ്ഠനുമായിട്ട് പറഞ്ഞ് ജ്യേഷ്ഠനുമായിട്ട് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുവാനിടയായി. അങ്ങനെ മാതാവിനെ അറിയിക്കാതെ അച്ഛന് ക്യാൻസർ ആണെന്നുള്ള വിവരം ഹൃദയത്തിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നെ നോക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. സന്ധ്യാസമയം വരെ ഞങ്ങൾ ഒരുമിച്ച് ആ ബെഡിലിരിക്കും. സന്ധ്യയായി കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ എനിക്ക് പിടിച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണം വളരെയേറെ എന്നെ നൊമ്പരപ്പെടുത്തും. സന്ധ്യ കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് തുറന്ന് അതിനടുത്തായി 1.5 കിലോമീറ്റർ അടുത്തായി ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചുണ്ട്. അവിടെ കടന്നു ചെന്ന് ആ ദൈവദാസനെ കണ്ട് ഹൃദയത്തിൻ്റെ വേദന പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുവാനിടയായി. ക്യാൻസർ സെൻ്ററിൻ്റെ അതിലൂടെ മുമ്പോട്ട് 1/2 കിലോമീറ്റർ പോവുകയാണ്. താഴെ ഇറങ്ങുമ്പോൾ എൻ്റെ നിയന്ത്രണം എന്നിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി. ഞാൻ അവിടെ മുതൽ ആ 1/2 കിലോമീറ്റർ വഴി നീളെ ഉറക്കെ കരഞ്ഞുകൊണ്ട് പോകുവാനിടയായി. ആരും ആശ്വസിപ്പിക്കുവാനില്ല, ആരും സമാധാനിപ്പിക്കുവാനില്ല, ആരും സഹായിക്കുവാനില്ല. എല്ലാ കരങ്ങളും എല്ലാ വ്യക്തിജീവിതങ്ങളും പൂർണ്ണമായി അകന്നു മാറുവാനിടയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ചർച്ചിൽ കടന്നുപോയി. എന്നാൽ ദൈവദാസനെ കാണുവാൻ സാധിച്ചില്ല. മടങ്ങി വീണ്ടും അതേ നിലവിളിയോടെ മടങ്ങി വന്നു. നേരെ ഹോസ്പിറ്റലിൽ വന്നു. ബാത്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി പ്രസന്നതയോടെയാണ് മാതാവിൻ്റെ ജ്യേഷ്ഠന് മുമ്പാകെ നിൽക്കുവാനിടയായത്.
3 മാസത്തെ അവധി പറഞ്ഞ് 3 മാസത്തിനുള്ളിൽ പിതാവ് മരിച്ചു പോകുമെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞപ്പോൾ ഹൃദയം ആകമാനം തകർന്നു പോകുവാനിടയായി. അങ്ങനെ പിതാവിനെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ഭവനത്തിൽ കട്ടിലിനേൽ പിതാവിനെ കിടത്തി. അർദ്ധപ്രാണനായി പിതാവ് കിടക്കുന്നു. സംസാരിക്കാൻ കഴിയത്തില്ല, കൈകാലുകൾക്ക് ചലനമില്ല. ഒരു കട്ടിലിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി എൻ്റെ പിതാവ് മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാത്ത ദിവസങ്ങൾ. ദേശത്ത് ഇറങ്ങുവാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ കൂടെ നടന്ന ജോലി ചെയ്തവർ എന്നോട് ചോദിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ, നീ ഞങ്ങളെ ഉപദേശം പറയുന്നൊരു വ്യക്തിയല്ലേ, നീ നിൻ്റെ പിതാവിനെ തന്നെയൊന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുവാൻ. എൻ്റെ ഹൃദയം വല്ലാതെ തകരുവാനിടയായി. ഞാൻ വേഗത്തിൽ എൻ്റെ ഭവനത്തിൽ കടന്നുപോയി. എൻ്റെ പിതാവിൻ്റെ കട്ടിലിനരികിൽ മുഴങ്കാലം മടക്കി ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവേ, നീയാണ് ഈ ദേശത്തു നിന്ന് എന്നെ തിരഞ്ഞെടുത്തത്. ഈ ജാതികളുടെ മധ്യത്തിൽ നീ എന്നെ നിന്ദിക്കരുതേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ വായിൽ നിലവിളിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു? തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആര് നമ്മെ പഴിക്കുന്നുവോ, ആര് നമ്മെ ദുഷിക്കുന്നുവോ, അവരുടെ മധ്യത്തിൽ നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ, കർത്താവേ, മരിച്ച ലാസറിനെ കല്ലറയിൽ നിന്നും നീ പുറപ്പെടുവിച്ച ദൈവമാ. വിധവയുടെ മകന് ജീവൻ കൊടുത്തൊരു ദൈവമാ. അങ്ങ് ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ രാവും പകലും ഒരുപോലെ നിലവിളിച്ചപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് വ്യക്തമായി വെളിപ്പെടുവാനിടയായി. 3 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എൻ്റെ പിതാവിൻ്റെ കൈക്കും കാലിനും നാവിനുമൊക്കെയും സ്വർഗം ചലനം കൊടുക്കുവാനിടയായി. ആര് എന്നോട് പരിഹാസത്തോടെ പറഞ്ഞോ, അവരുടെ ആ മധ്യത്തിൽ തന്നെ എൻ്റെ പിതാവ് 3 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ വ്യക്തിയോട് കടന്നു വന്ന് പറഞ്ഞു, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം കാണുവാൻ കഴിയും: ഒരു വൃക്ഷമായാൽ വെട്ടിയാലും പ്രത്യാശയുണ്ട്. വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അത് തളിരിടും, ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. ദൈവവചനം പോലെ എൻ്റെ പിതാവിന് പൂർണ്ണമായ ഒരു സൗഖ്യം കർത്താവ് നൽകി. ഏകദേശം 1 വർഷക്കാലത്തോളം കോന്നി ചർച്ചിൻ്റെ ബ്രാഞ്ചായി വെള്ളപ്പാറയിലുള്ള ഒരു ചർച്ചിലേക്ക് കടന്നു പോകുവാൻ എൻ്റെ ദൈവം എൻ്റെ പിതാവിന് ആയുഷ്സും ആരോഗ്യവും കൊടുക്കുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവിനെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, എൻ്റെ പിതാവിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. എന്നാൽ എൻ്റെ പിതാവ് കർത്താവിന് പ്രിയ വെച്ച ആ അവസരത്തിൽ ദൈവസന്നിധിയിൽ അവൻ ചേർക്കപ്പെടുവാനിടയായി. എൻ്റെ സാക്ഷ്യ നിമിത്തം എനിക്ക് കടന്നു വന്ന വിവിധ വിവാഹ ആലോചനകൾ പലതും മുടങ്ങുവാനായി ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. എനിക്കായി എൻ്റെ കർത്താവ് കരുതുന്ന ദൈവമാണ്. കിരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും സരാബ്തയിൽ അയച്ച് തൻ്റെ ഭക്തനെ പോറ്റുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. ശുശ്രൂഷ മധ്യത്തിൽ അനവധി അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ കാണുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ഏലപ്പാറയിൽ ഞാൻ എൻ്റെ ചർച്ചിൽ, കർത്താവ് തന്ന ചർച്ചിൽ കൂടുന്ന 11 വർഷമായിട്ട് ശ്വാസം മുട്ടാൽ ഭാരപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് അത്ഭുത സൗഖ്യം പകർന്നു. ഇപ്പോൾ സന്തോഷത്തോടെ ജോലിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കായി കടന്നു പോകുന്നു. കിഡ്നി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച്
ആറന്മുളയിലുള്ള ഒരു സഹോദരൻ, ദൈവം അദ്ദേഹത്തിന് പുതിയ ശരീരാവയവങ്ങളെ പ്രദാനം ചെയ്തു. അനവധി പട്ടണങ്ങളിൽ കടന്നു ചെന്നു. അവിടെയൊക്കെയും ദൈവികമായ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ കാണുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിനടുത്ത് ഞാൻ പറഞ്ഞല്ലോ, എറുമ്പടം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പാർത്തിരുന്ന കല്ലുമ്പുറത്തെ കുടുംബത്തിലെ ഒരംഗമായ ഒരു സഹോദരി കഴുത്തിന് ചുറ്റും 6 മുഴകളാൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള ആവശ്യത്തോടെ ആയിരുന്നു. വളരെയേറെ സംസാരശേഷിയൊക്കെ അകമാനം അടഞ്ഞിരിക്കുന്നതായ അവസരത്തിൽ ഞങ്ങളെ അവിടേക്ക് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. ഞാനും കർത്താവിൻ്റെ ദാസൻ ലൈജുവിടെയാണ് കടന്നുപോയത്. ദൈവം നൽകിയ നിയോഗപ്രകാരം എണ്ണപൂശി കൈവച്ചു പ്രാർത്ഥിച്ചു. ഇന്നും അത്ഭുത സൗഖ്യത്തോടെ ആ സഹോദരിയുണ്ട്. കഴുത്തിന് മുഴകളൊക്കെയും കർത്താവ് പൂർണ്ണമായി മാറ്റി. അതുപോലെ നിരവധി അത്ഭുതങ്ങൾ ശുശ്രൂഷകളിൽ കാണുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ദൈവമക്കളോട് ചേർന്ന് അല്പനിമിഷങ്ങൾ എൻ്റെ സാക്ഷ്യം, ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് എൻ്റെ ആയുസ്സിൽ ഭാഗ്യമൊരുക്കിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോഴും കോന്നി എന്ന് പറയുന്ന ആ കോളനിക്കുള്ളിലാണ് പാർക്കുന്നത്. ഇപ്പോൾ ഭവനത്തിൽ മാതാവും വിധവയായ സഹോദരി, 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ, ദൈവമക്കളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും വഹിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും ഐശ്വര്യമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും റിക്വസ്റ്റുകളും എന്നെയും അറിയിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.